നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ അപ്ഡേറ്റ്സിലേക്ക് ഹൃദയംഗമായ സ്വാഗതം. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 1-ാം തീയതി ശനിയാഴ്ച. വരാനിരിക്കുന്ന ഓണക്കാലത്ത് സാധാരണക്കാരുടെയും കർഷകരുടെയും അക്കൗണ്ടിലേക്ക് എത്താൻ പോകുന്ന വലിയ ധനസഹായങ്ങളെ കുറിച്ചുള്ള സുപ്രധാന തീരുമാനങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഓണം പ്രമാണിച്ച് 4000 രൂപ ക്ഷേമ പെൻഷൻ എന്ന് ലഭിക്കും. റേഷൻ കടകൾ വഴിയും സപ്ലൈകോ വഴിയും ഈ ഓണക്കാലത്ത് ലഭ്യമാകുന്ന സ്പെഷ്യൽ അരിയുടെയും മറ്റ് ഭക്ഷ്യധാന്യങ്ങളുടെയും പുതുക്കിയ വില വിവരങ്ങൾ എന്തൊക്കെയാണ് അതോടൊപ്പം കിട്ടുന്നത്? രാജ്യത്തെ കർഷകർക്ക് വൻ ആശ്വാസമായി PM കിസാൻ പദ്ധതി നീട്ടിയതിനെ കുറിച്ചുള്ള വിവരങ്ങൾ, വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന 100 കോടി രൂപയുടെ ആശാ സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ വ്യക്തമായി പരിശോധിക്കുന്നുണ്ട്. വീഡിയോ മുഴുവനായും കാണുക. ഇഷ്ടമായാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലെ അറിവിലേക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നേരിട്ട് ആദ്യത്തെ അപ്ഡേറ്റ്സിലേക്ക് കടക്കാം. പ്രധാനമന്ത്രി കിസാൻ പദ്ധതി നീട്ടി. ഏറ്റവും ആദ്യത്തെ സുപ്രധാന വാർത്ത രാജ്യത്തെ കർഷകർക്കായിട്ടുള്ളതാണ്. കർഷകർക്ക് പ്രതിവർഷം സാമ്പത്തിക ധനസഹായം ഉറപ്പാക്കുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതി അടുത്ത 5 വർഷത്തേക്ക് കൂടി തുടരാൻ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നു. 2026-27 സാമ്പത്തിക വർഷം മുതൽ 2030-31 വരെയുള്ള കാലയളവിലേക്കാണ് ഈ പദ്ധതി നീട്ടിയിരിക്കുന്നത്. ഇതിനായി 2.04 ലക്ഷം കോടി രൂപയുടെ ഭീമമായ സാമ്പത്തിക വിഹിതമാണ് സർക്കാർ വകവരുത്തിയിട്ടുള്ളത്. 2019 ആരംഭിച്ച ഈ പദ്ധതിയിലൂടെ പ്രതിവർഷം 6000 രൂപ വീതം 3 ഗഡുക്കളിലായി 2000 രൂപ വീതം ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തുന്നു. ഇതുവരെ 23 ഗഡുക്കളിലായി 4 ലക്ഷം കോടിയോളം രൂപ കർഷകരുടെ അക്കൗണ്ടിൽ എത്തിക്കാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, PM കിസാൻ ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ തുടർന്ന് ലഭിക്കുന്നതിന് KYC മസ്റ്ററിംഗ് നിർബന്ധമാണ്. ആധാർ കാർഡുമായി നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ CSC സെന്ററുകളിലോ എത്തി ഉടൻ തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുക. നേരത്തെ KYC യെസ് എന്ന് കാണിക്കുന്നവരും 2026 ഒന്നുകൂടി KYC ചെയ്യേണ്ടതാണ്. അതിന് അക്ഷയ CSC സെന്ററുകളിലൂടെ ഇത് നിർവഹിക്കാവുന്നതാണ്. ഫേസ് ഓതന്റിക്കേഷൻ ഉപയോഗിച്ച് മൊബൈലിലൂടെയും ഇത് സ്വന്തമായി നിർവഹിക്കാം. അക്ഷയ CSC സെന്ററുകളിൽ 30 അല്ലെങ്കിൽ 40 രൂപ ഫീസ് കൊടുക്കേണ്ടി വരും. അടുത്തതായി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഏറെ പ്രയോജനപ്രദമായ ഒരു അറിയിപ്പാണ്. SBI ഫൗണ്ടേഷൻ നൽകുന്ന SBI പ്ലാറ്റിനം ജൂബിലി ആശാ സ്കോളർഷിപ്പ് 2026 അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ്. രാജ്യത്തുടനീളമുള്ള 25,707 വിദ്യാർത്ഥികൾക്കായി 100 കോടി രൂപയുടെ ധനസഹായമാണ് ഈ സ്കോളർഷിപ്പിലൂടെ ലഭ്യമാക്കുന്നത്. ആർക്കൊക്കെ അപേക്ഷിക്കാം? 9ാം ക്ലാസ് വിദ്യാർത്ഥികൾ മുതൽ ബിരുദാനന്തര പഠനം നടത്തുന്നവർക്കും IIT മെഡിക്കൽ കോഴ്സുകൾ എന്നിവ പഠിക്കുന്നവർക്കും വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. ആനുകൂല്യം: കോഴ്സുകളെ ആശ്രയിച്ച് 15,000 രൂപ മുതൽ 20 ലക്ഷം രൂപ വരെ സാമ്പത്തിക ധനസഹായം ഇതിന് ലഭിക്കും. യോഗ്യത: പൊതുവിഭാഗത്തിന് മുൻവർഷത്തിൽ കുറഞ്ഞത് 75% മാർക്ക് ഉണ്ടായിരിക്കണം. SC/ST വിഭാഗത്തിൽ 10% ഇളവ് ഉണ്ട്. വരുമാന പരിധി: സ്കൂൾ കുട്ടികൾക്ക് കുടുംബ വാർഷിക വരുമാനം 3 ലക്ഷം രൂപയും കോളേജ് PG വിദ്യാർത്ഥികൾക്ക് 6 ലക്ഷം രൂപയുമാണ് പരിധി. അർഹരായവർ സെപ്റ്റംബർ 4-ന് മുമ്പായി ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായി ആണ് അപേക്ഷിക്കേണ്ടത്. ഓണം ക്ഷേമ പെൻഷനും മസ്റ്ററിങ്ങും. ഇനി എല്ലാവരും കാത്തിരിക്കുന്ന ഓണം ക്ഷേമ പെൻഷൻ അപ്ഡേറ്റ്സിലേക്ക് വരാം. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ 1 മാസത്തെ വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വരാനിരിക്കുന്ന ഓണക്കാലത്ത് ഓഗസ്റ്റ് 15-ന് ശേഷം 2 മാസത്തെ പെൻഷൻ തുകയായി 4000 രൂപ ഒന്നിച്ച് നൽകാനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. ഓഗസ്റ്റ് 26-ന് തിരുവോണമായതിനാൽ ഉത്തരാടപ്പാച്ചിലിന് മുമ്പായി തന്നെ ഈ തുക തടസ്സമില്ലാതെ അക്കൗണ്ടുകളിലേക്ക് എത്തിക്കാൻ ധനവകുപ്പ് നടപടികൾ സ്വീകരിച്ചു വരുന്നു. ശ്രദ്ധിക്കുക, സെപ്റ്റംബറിലെ പെൻഷൻ കൂടി മുൻകൂറായി നൽകുന്നതിനാൽ അടുത്ത പെൻഷൻ ഗഡുവിനായി ഒക്ടോബർ അവസാനം വരെ കാത്തിരിക്കേണ്ടി വരും. മസ്റ്ററിംഗ് അപ്ഡേറ്റ്സ്. ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് നടപടികൾ ഇപ്പോൾ വേഗത്തിൽ പുരോഗമിച്ചിരിക്കുകയാണ്. മസ്റ്ററിംഗ് ചെയ്യുമ്പോൾ ബയോമെട്രിക് പരാജയപ്പെടുന്നവർ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതായുണ്ട്. അതിനായി അവസാന നിമിഷത്തേക്ക് മാറ്റിവെക്കാതെ എത്രയും വേഗം മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക. ഓഗസ്റ്റ് റേഷൻ സപ്ലൈകോ ആനുകൂല്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അവസാനമായി ഓണക്കാലത്തെ റേഷൻ വീതവും വില നിലവാരവും നോക്കാം. മഞ്ഞക്കാർഡ് AAY 30 കിലോ അരിയും 2 കിലോ ഗോതമ്പ് പൂർണ്ണമായും സൗജന്യമായി ലഭിക്കും. പാക്കറ്റ് ആട്ട ഒന്നിന് 7 രൂപ നിരക്കിൽ 3 പാക്കറ്റ് അവർക്ക് ലഭിക്കും. കൂടാതെ 16 ഇനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റ് പൂർണ്ണമായും സൗജന്യമാണ്. ഇനി പിങ്ക് കാർഡ് അംഗങ്ങൾക്ക് 4 കിലോ അരിയും 1 കിലോ ഗോതമ്പ് സൗജന്യമാണ്. ഗോതമ്പിന് പകരം ആട്ട പാക്കറ്റിന് 1 രൂപ. നീല വെള്ളക്കാർഡുകൾക്ക് സാധാരണ വിഹിതങ്ങൾക്ക് പുറമെ ഓഗസ്റ്റ് 10 മുതൽ വിതരണം ചെയ്യുന്ന 10 കിലോ അരിയുടെ ഓണം സ്പെഷ്യൽ അരിക്ക് 26 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്.
സപ്ലൈകോ വഴി എല്ലാ കാർഡ് ഉടമകൾക്കും വാങ്ങാവുന്ന 20 കിലോ ഓണം സ്പെഷ്യൽ അരി കിലോയ്ക്ക് 26 രൂപ നിരക്കിലും ലഭ്യമാകും. ദിനംപ്രതിയുള്ള കൃത്യമായ വാർത്തകളും സർക്കാർ അറിയിപ്പുകളും തടസ്സമില്ലാതെ നിങ്ങളുടെ വിരൽത്തുമ്പിൽ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുമല്ലോ. പുതിയൊരു അപ്ഡേറ്റ്സുമായി നാളെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.